ഇല്ല, കല്യാണവും കളവാണോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ എല്ലാ അറിവും വെക്കേറ്റ് ചെയ്തേക്ക്. ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും താമസിച്ചാൽ ഒരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. വേഗം കെട്ടിപ്പറക്കി ഇറങ്ങിക്കോ. നിന്റെ തന്തപ്പടി ഈ പരിസരത്ത് കറങ്ങടിച്ച് നടക്കണ്ട്. ഏത് നിമിഷമാണെങ്കിലും ഇങ്ങോട്ട് ചാടി കയറി വരാം. വേഗം ഇറങ്ങിക്കോ. നോക്കി നിൽക്കാണ്ട് ചെല്ല്. സോറി. അവന് മുതലാളിയുടെ മോളും. സത്യം പറയണം. അന്തപ്പൻ എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? എന്നെ കൊല്ലാൻ ഏൽപ്പിച്ച. നിന്നെ കൊല്ലാനോ? എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ച. ആര്? അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാൻ ഇടിച്ചു. എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേരാ. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ. ഇതിൽ എന്ത് ന്യായം? ഇപ്പൊ ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല, താൻ കാശും തന്നു. സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു. എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ലേ, ഞാനാ. കാശ് കൊടുത്തയച്ചത് ഞാനാ. എവിടെ മാല? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവനാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്, ഞാനല്ലാന്ന്. കൊല്ലാൻ? ആരെ കൊല്ലാൻ? താൻ ആരുടെയും അടുത്ത് കാശ് കൊടുത്തിട്ട് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാല വേണമെന്ന് പറഞ്ഞത് കാശ് കൊടുത്തത് ഞാനാ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇയാളാണോ എനിക്ക് കാശ് വന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ണടയും കോപ്പും ഇല്ലായിരുന്നോണ്ട് കാശ് തന്നവന്റെ മൂച്ചി ഞാൻ ശരിക്കും കണ്ടില്ല. കല്യാണം നടത്താതിരിക്കാനുള്ള ഇയാളുടെ പ്ലാൻ ഇതൊക്കെ. കല്യാണം എന്തായാലും നടത്തില്ലെന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഏത് കാശ്? എന്ത് കാശ്? എവിടെ വെച്ച് എപ്പോ തന്നു? എടാ, നിന്റെ കെട്ടിയോൾക്ക് ഞാൻ കെട്ടിക്കൊണ്ട് കൊടുത്തതാ. അവളോട് എന്റെ കാശ് മര്യാദക്ക് തരാൻ. ഞാനൊന്നും തന്നാണ്ടല്ലോ. ഇയാള് വെറുതെ പറയാട്ടാ. എടോ, നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കി എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ടോ എന്ന്. ഓഹോ, അവൾ ഇയാളോട് കാശ് മേടിച്ചോ? ഇയാൾ അവളെ കാട്ടി പലരോടും കാശ് മേടിച്ചിട്ടുണ്ട്. എന്നോട് വരെ കയ്യും കണ്ണും കാട്ടി കാശ് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എവിടുന്നാ? എന്റെ കർത്താവേ, ഇത്രയും വൃത്തികെട്ട ഒരു കുടുംബത്തിലേക്കാണല്ലോ ഞാൻ എന്റെ മോളെ അയക്കാൻ പോയത്. മര്യാദക്ക് എന്റെ കാശ് എനിക്കൊന്നും മനസ്സിലാവില്ല. എല്ലാം ഞാൻ തെളിയിച്ച് തരാടാ പെണ്ണ് പിടിയാ. ഞാൻ ആരെ വേണമെങ്കിലും വിളിച്ചോണ്ട് വരാം. ഇവനെ വിടരുത്. ഇവനെ മാത്രല്ല ഒരാളെ വിടരുത്. ഞാനിതാ വരുന്നു. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാൾ ഇവിടെ ഇറങ്ങി പോകരുത്. എന്ത് സത്യം അറിയാൻ? ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തരണം. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കൂടെ വലിച്ചെഴുത്തി ചവിട്ടി തൊഴിച്ചു കൊണ്ടുപോകണം. സാർ, അതിന് അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചതെന്നുള്ള മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ ഈ സ്ട്രോങ് ആയിട്ടൊരു കേസില്ലേ, വണ്ടിച്ചെക്ക് കേസ്. അത് ഇയാളാണോ? താനോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ, അത് ഈ തെണ്ടിയാണ്. എന്നാ ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. മോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. ഞങ്ങളുടെ അടുത്തൊരു ഗോഡൌണിലുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഇടതോട് തിരിഞ്ഞാ മതി. ഒറ്റ വഴിയാ. ഗോഡൌണിലാ? റൂം കാലിയാക്കിയിട്ട്. ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അമ്മ ചത്തപ്പോ കൂടെ കുഴിച്ചിട്ട്. മര്യാദയ്ക്ക് മാല എന്നില്ലെങ്കിൽ നിന്നെയും കുഴിച്ചോട് ഞാൻ. എന്തൊരു കഷ്ടമാണ്. എന്റെ കൊലപാതക ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഒരുത്തം പറയുന്നു അവനാണ് കാശ് തന്നത്, മറ്റൊരുത്തം പറഞ്ഞു ഇവനാണ് കാശ് തന്നത്. സത്യത്തിൽ ചെട്ടേരാണ് ഈ കാശ്. മാല എന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നാ പിന്നെ എന്നെ കൊല്ലുന്നതിന് വരും താൻ നേരിട്ട് പോയി അയാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തി നാ മാലയൊക്കെ എടുത്താ പോരെ. ചുംബയും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന അല്ല, ഇടിക്കരുത്, ഇടിക്കരുത്. മാലയല്ലേ വേണ്ടത്? ഞാൻ തരാം. ഇതെന്റെ അമ്മയുടെ കാശ്. നിന്റെ അമ്മയുടെ കാശാ? എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. ചവിട്ടിപ്പൊളിക്കും ഞാൻ. എവിടെ പോയി കിടക്കുക? ഓടിക്കോ. നമ്മുടെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. കർത്താവേ, അതും ആ മാത്തച്ഛന്റെ ആള് തന്നെയായിരിക്കും. വേഗം വേഗം. എന്റെ കാശും കൊണ്ടാണ് ഓള് പോയത്. ഒന്ന് വിട്, കിട്ടാ പാതി നിനക്ക് തരാം. പറ്റിക്കരുതാ. എന്നാ പിടിക്കുന്നു. മണി, മാലയുടെ കാര്യമൊക്കെ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ശരിയാവും. ഈ നിമിഷം സ്ഥലം വിട്ടില്ലേ കാര്യങ്ങളൊക്കെ വഷളാവും. എന്താ? എടാ,
ഞാനല്ല എന്റെ മയച്ചൻ. ഇയാളെന്റെ അമ്മയച്ചൻ. അയ്യോ, ഞാൻ ഇയാളെ എന്ന മാല കൊടുക്കുന്ന പറഞ്ഞ അഡ്വാൻസ് വെച്ചു. അയാളുടെ കൂടെ സ്കൂൾ വിട്ട പോലെ ആൾക്കാരുണ്ട്, ഓടിക്കോട്ടോ. ഞാൻ എപ്പോഴും ഓടി. കേറിക്കോടിയായി. ഞാനിപ്പോ കാറി കയറുമ്പോ കണ്ടല്ലേ ഇതേ വിളിച്ച പാട്. ആ അമ്പലത്തിൽ പോണേ എനിക്ക്. നീ ഇവിടെ ഇരിക്കണം. പിന്നെ അവന്മാർ തട്ടിക്കൊണ്ട് പോയത് ആരാണ്? അസാനെ ഒന്ന് നീങ്ങ, ഒരു ലഗേജ് ഉണ്ട്. പ്രിൻസ് ഇതേ വഴി തെറ്റിന്ന് തോന്നണേ. വഴി തെറ്റിയെന്നല്ല, നീ പറയുമ്പോ വഴി പിഴച്ചു. അതൊക്കെ ഞാൻ തരാന്ന്. അത് എന്നിട്ട് ആ കോപ്പ് കുപ്പായിട്ട് സൈത്താൻ ഒന്നും എന്നെ പറ്റി. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ പോണേ. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് ഇവിടെ കളിത്തോക്കല്ല ഇത്. കാണുന്ന പവറ്. മോളെ മാലേ. ഒറ്റ നനങ്ങി പോവരുത്. കൊന്നു കാറ്റ് കളയും ഞാൻ. മാത്തത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. എന്റെ വൈഫിനെ കണ്ടാ പറയും ഇവിടെ ബോധം കെട്ടിയെടുക്കാന്ന്. മരിക്കാൻ നേരത്ത് കാണണല്ലേ പന്നി. ആള് മാറിപ്പോയി. എന്റെ പൈസ പറ്റിട്ട് വളരെ അയ്യോ. ഇന്നിവിടെ ഞാൻ കൊല്ലും. പരശുരാമനെ കോളേജായിട്ട് നിന്റെ കാശ് ഒന്നും ആവില്ലേ? താൻ പോയപ്പോഴെ എനിക്ക് അറിയായിരുന്നു ഇത് കൊളാവുന്നു. തന്നെ പറഞ്ഞ വെച്ചാൽ എന്നെ ചെരുപ്പൂരി അടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണ് കിട്ടണില്ല. 35 തുറന്നിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വെറുതെ കളഞ്ഞില്ലേ? അയ്യോ, കിട്ടിയതെങ്കിലും കിട്ടി നിങ്ങൾ കരുതിയ പോരെ. അത് ശരിയാ, അത്യാഗ്രഹം പാടില്ലല്ലോ. അല്ല, തന്റെ കാര്യം എന്തായി? എന്തായിടോ? എന്താവാൻ? കണ്ടു, മിണ്ടി, കെട്ടുറപ്പിച്ചു. നാളെ കാലത്ത്
ഇവിടുത്തെ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക ഫെലിക്സ്. അപ്പോ നമ്മൾ ഇനി എപ്പോഴേക്കാ കാണുക? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എന്റെ തറവാട്ടില്. എപ്പോഴെങ്കിലും കാണണം തോന്നിയാ കെട്ടിയവനെയും കുട്ടികളെയൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാ മതി. ഗുഡ് ബൈ. ഗുഡ് ബൈ. താങ്ക് യു. ഹേ എസ്പി സാർ, വാട്ട് എ സർപ്രൈസ്. ഹൗ ആർ യു? ഓ നീയാ? എന്തായാലും സാറിനെ കണ്ട നന്നായി. ഇനി ചിലപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ സാറ് വിചാരിക്കും ഞാൻ എവിടെന്നെങ്കിലും ചാടി ചാവും പോവെന്ന്. അതൊന്നുമല്ല, ഞാൻ മറ്റു പരിപാടിക്ക് നിർത്തി. എന്താ പരിപാടി? പോലീസിനെ കാണുമ്പോ ഓടുന്ന പരിപാടി. പഴയ പോലെ ഒന്ന് വയ്യ സാറേ. എപ്പ തുടങ്ങി ഓട്ടോ? ഓ ഇനൊന്ന് റിലാക്സ് ചെയ്യണം. சரி, இப்போ உங்ககிட்ட நிறைய பணம் இருக்கு, இஷ்டம் போல வாழலாம். அதை பத்தி சொன்னப்பதான் ஒரு விஷயம் கேட்கணும். ஒருவேளை உனக்கு தெரியும், இதுக்கு என்ன மதிப்பு இருக்கும்? இப்போ ஈஸ்வரன் உங்களோட தான். அதனாலதான் இப்படி ஒரு பொண்ணு உனக்கு கிடைச்சிருக்கா. அவளோட பெரிய மனசு உன்னை காப்பாத்திச்சு, அவ்வளவுதான். കെട്ടു കഴിഞ്ഞോ? എല്ലാം മുടിഞ്ഞു പോയിട്ടാங்களே. സ്ത്രീധനം കൊണ്ടുവന്നിട്ടുണ്ടോ? താനാരാ? എന്റെ അപ്പനാ? കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിച്ചയക്കാൻ? ഫെലിക്സ് വരില്ല, വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഇല്ലാത്ത സ്നേഹം താൻ എനിക്ക് പണം കൊടുത്ത് വാങ്ങിത്തരാൻ നോക്കിയതല്ലേ? എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ സ്വന്തം ആവശ്യങ്ങളൊക്കെ മറന്ന് ആ കാശ് കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയത്? നന്ദി, തന്റെ വലിയ മനസ്സിന് ഒന്നുകൂടെ നന്ദി. ഞാൻ പോവാ. ഒന്ന് ഇന്നേ, ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ? ഞാൻ എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി. ഐശ്വര്യ റോയെ പോലെ. അതാ അത് തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ റോയെ പോലെ തോന്നുക. കുഴപ്പമായോ? അയ്യോ, ശരിക്കും പ്രോമിസ്.